السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين. والسلام علينا وعلى عباد الله الصالحين. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ വേദിയിലുള്ള ഉലമാക്കൾ, നാട്ടുനേതാക്കന്മാർ, നല്ലവരായ മുഅ്മിനീങ്ങൾ, മുത്തഅല്ലിമീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഈ മഹത്തായ ബന്ധം നമ്മുടെ ആഖിബത്ത് നന്നായി മരിക്കാനുള്ള ഒരു കാരണങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത് അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കൾ മഹാന്മാരായ ആരിഫീങ്ങൾ, ഔലിയാക്കന്മാർ, ഉലമാക്കൾ, സാദാത്തുക്കൾ നേതൃത്വം വഹിക്കുന്ന മഹത്തായ ഒരു സംഘടന SSF. ആ SSF എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ച് അതിൻ്റെ കീഴിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ കാഴ്ചവെക്കുകയും അതോടുകൂടെ ഇന്നലെയും 2 ദിവസത്തിൻ്റെ പരിപാടിയൊക്കെ നടത്തി നമ്മുടെ മനസ്സൊന്ന് നന്നാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത്. കൂടുതലായി ഒന്ന് വിഷയത്തിലേക്ക് കടക്കാതെ, കാരണം നമ്മുടെ SSFൻ്റെ യുവാക്കൾ സമാപനം ഇന്നലെയായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ഞാൻ കിട്ടാത്തത് കൊണ്ട് ഇന്നത്തെ ദിവസത്തേക്ക് അവർ നീട്ടിവെച്ചു. ഇന്നും യഥാർത്ഥത്തിൽ ഇന്ന് ഞാനിവിടെ നിൽക്കേണ്ട വ്യക്തിയല്ല, ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ നിന്നത്. കാരണം എൻ്റെ വന്യരായ ബാപ്പ വഫാത്തായ ദിവസമാണ് ഇന്ന്. ഞാനില്ലാതെ തന്നെ എൻ്റെ വീട്ടിൽ മൊയ്ലോതും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഏറ്റെടുത്തു എന്ന നിലക്ക് മാത്രമാണ് ഇവിടെ എത്തിയത്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലുള്ള എല്ലാവരും ഒരു ഫാത്തിഹ ഓത അവിടുത്തെ ദർബാറിലേക്ക് ഹദിയ ചെയ്യുക. അള്ളാഹു ബാപ്പാൻ്റെയും അവിടെ താമസിക്കുന്ന ഹാജിമലങ്ക് സയ്യിദ് അബ്ദുറഹ്മാൻ ഷാ ബാബ തങ്ങളെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറും അള്ളാഹു വിജയിപ്പിച്ച് തരുമാറാകട്ടെ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഒരു നാട്ടിൽ ഇങ്ങനെയുള്ള സംഘടനകൾ വളർന്നു വരിക എന്നുള്ളത് അത് സുന്നത്ത് ജമാഅത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ശക്തിയാണ്. കാരണം നമ്മുടെ യുവാക്കൾ മദ്രസ രംഗങ്ങൾ കഴിഞ്ഞ് പല മേഖലയിലേക്ക് എത്തുന്ന സമയത്ത് പല ഭാഗങ്ങളിലും അവർ പോകുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥകളാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ ഒരു മാരകമായ രോഗമാണ് ക്യാൻസറോ ട്യൂമറോ ഒന്നും അല്ല. മരുന്ന് ചെയ്താലും ഫലിക്കാത്ത വലിയ ഒരു രോഗമാണ്
സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ ചില ആശയങ്ങൾ അത് നമ്മളെ പരിസരങ്ങളിൽ ചില വീടുകളിലും ചില നാടുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കൾക്ക് മഹാന്മാരുമായുള്ള ആലിമീങ്ങളുമായുള്ള സാദാത്തുക്കളുമായുള്ള ബന്ധം പുലർത്താത്ത ഒറ്റ ഒരു കാരണം കൊണ്ടാണ് ഇന്ന് ഏതുവരെ എത്തിപ്പോയി ഒരുപാട് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി ജീവിതം മക്കൾക്ക് വേണ്ടി രാത്രിയും പകലും ഒരുക്കി വെച്ച് അവസാനം മരണപ്പെട്ടാൽ ബാപ്പാന്റെ അടുത്തിരുന്ന് ഒരു ജുസ് ഖുർആന് പോലും ഓതാൻ വേണ്ടി നിഷേധിക്കുന്ന മക്കള് ഇന്ന് വളർന്നു വരികയാണ്. അള്ളാഹു നമ്മളെ മക്കളൊക്കെ കാത്ത് സലാമത്ത് നൽകുമാറാകട്ടെ. പുതിയ പുതിയ മോഡലുകൾ, പുതിയ പുതിയ നിയമങ്ങൾ, മനുഷ്യൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പുതിയതിനാണ് പ്രത്യേകതകൾ, പുതിയതാണ് നല്ലത്. ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും എവിടെങ്കിലും ഏതെങ്കിലും ഒരു ആയത്തിൻ്റെ പകുതിയോ അർത്ഥം എന്തെങ്കിലും വെച്ച് അതിനെ കാണിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ഈമാൻ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വല്ലാത്ത ഒരു രോഗമാണ്. ആ രോഗം ബാധിച്ചാൽ പിന്നെ അതിന് മരുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ ഉദാഹരണത്തിന് ഞാൻ പറയാം. മുഅ്മിനീങ്ങളെ ഒരു വ്യക്തിക്ക് മാരകമായ രോഗം ബാധിച്ചു. രോഗം ബാധിച്ച സമയത്ത് ഡാക്ടർമാർ പറഞ്ഞു ഇതിന് പരിഹാരമില്ല. അവസാനം അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ഭാഗത്ത് മൃഗത്തിനെ പോലെ ഭീകരമായ ഒരു രൂപമാണ് അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ ഭാഗത്ത് പൊന്തിക്കൊണ്ടിരിക്കുക. കാണുമ്പോൾ തന്നെ വെറുക്കുന്ന ഒരു അവസരം. മാത്രമല്ല അതിൽ ഒഴുകുന്ന ചീഞ്ചലങ്ങൾ ഈ നിലയ്ക്ക് രോഗത്തിലങ്ങ് കിടന്നുകൊണ്ടിരിക്കുമ്പോൾ അയാളെ മക്കളെ കൂട്ടത്തിൽ ഒരാള് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഒരു തങ്ങളുണ്ട്, ആ തങ്ങളടുത്ത് പോയി വെള്ളം കൊണ്ടുവന്ന് മന്ത്രിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം തേടിയാൽ എന്തേ? അപ്പോഴാണ് ആ വ്യക്തി അവിടെ നിന്ന് പറഞ്ഞത്, ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ രോഗത്തിനും മരുന്നുണ്ട്, ആ രോഗം ബാധിച്ചാൽ അതിന് മരുന്നില്ല. അള്ളാഹു നമുക്കൊക്കെ ഹിദായത്ത് തരട്ടെ. ആ വ്യക്തി അവിടെ നിന്ന് പറഞ്ഞത്, ഞാൻ ഈമാനില്ലാതെ ചത്തുപോയാലും എന്നെ അങ്ങനെയുള്ള ഒരു തങ്ങന്മാരടുത്തേക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകണ്ട. അബൂജഹൽ ഇങ്ങനെയാണ് ചിന്തിച്ചത്. അബൂജഹലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അറിയാത്തത് കൊണ്ടല്ല, നബി തങ്ങളെ ബഹുമാനം മനസ്സിലാക്കാത്തത് കൊണ്ടല്ല. അബൂജഹലിന്റെ ചിന്ത എന്തറിയോ? ഞാൻ ഒരാള് മക്കത്തുണ്ടാകുമ്പോ എന്നെക്കാൾ വലിയ ഒരാളിവിടെ വരുന്നത് അത് ശരിയല്ലല്ലേ എന്നുള്ള ചിന്ത മാത്രമായിരുന്നു. അള്ളാഹു അബൂജഹലിന് ഹിദായത്ത് ഏതുവരെ കൊടുത്തില്ല അറിയോ? മുഅ്മിനീങ്ങളെ ബദർ യുദ്ധ രണാങ്കളത്തിൽ വെച്ച് അബൂജഹല് മരണത്തിന്റെ വേദനയിൽ പെടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രഖ്യാപിച്ചു, ആരാണ് അബൂജഹലിന്റെ തലയെടുത്ത് കൊണ്ടുവരുന്നത്? അപ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുകയും, നീണ്ട വിഷയമാണ്. അങ്ങനെ അബൂജഹലിന്റെ തലയെടുക്കാൻ വേണ്ടി അബൂജഹലിന്റെ അടുത്ത് എത്തിയപ്പോ ആ മരണവേദയിൽ കിടക്കുന്ന അബൂജഹല് ആ ഇബ്നു മസ്ഊദിനോട് ഉപദേശിക്കുകയാണ്, ഇബ്നു മസ്ഊദേ, എന്റെ ജീവിതകാലത്ത് മുഹമ്മദിനെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു രോമത്തിന് പോലും വേദന അനുഭവിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് നിന്നോട് എനിക്കൊരു വസിയത്ത്. എന്തെന്ന് വെച്ചാൽ, നീ എന്റെ തലയിൽ എടുക്കാൻ വന്നത്, എന്റെ തല അങ്ങ് കട്ട് ചെയ്യുമ്പോ ചങ്കൊന്ന് നീളം വെച്ചിട്ട് നീ കട്ട് ചെയ്യണം. എന്തിനറിയോ? ജീവിതകാലത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നീ എന്റെ തല അങ്ങ് നീളമങ്ങ് കട്ട് ചെയ്താൽ എന്റെ തല കണ്ടിട്ടെങ്കിലും
മുഹമ്മദൊന്നു ഞെട്ടിക്കട്ടെ, എന്റെ തല കണ്ടിട്ടെങ്കിലും മുഹമ്മദൊന്നു പേടിക്കട്ടെ. ഇത്ര വലിയ നീളത്തിന്റെ തലയാണോ? അതുവരെ അല്ലാഹു ഹിദായത്ത് കൊടുത്തില്ല. എന്നതുപോലെ മുഅ്മിനീങ്ങളെ, ബാപ്പന്മാരെ, ഉപ്പന്മാരെ, നമ്മളെ മക്കളെ SSF അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയുമായി നമ്മളെ മക്കളെ വളർത്തു വന്നില്ലെങ്കിൽ അവസാനം ഈ ഗതികേട് വന്നു പോകും. അല്ലാഹു കാത്തു സലാമത്ത് നൽകുമാറാകട്ടെ. കാരണം മുഅ്മിനീങ്ങളെ ഇന്ന് പല വിധത്തില് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ തെറ്റിക്കാൻ വേണ്ടി നോക്കുന്ന വ്യക്തികളുണ്ട്. ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു നാട്ടിൽ പോയപ്പോൾ വല്ലാത്തൊരു ബേജാറാണ്. ഞാൻ ചോദിച്ചു, ആ വീട്ടിലെങ്ങനെയാണ് ആ മകള് സലഫിയായത്? അപ്പോഴാണ് ആ വീട്ടുകാര് പറയുന്നത്, ഇതാ പെൺകളെ കെട്ടിക്കാൻ ഒന്നും കയ്യിലുണ്ടായില്ല, ഒരു സമ്പത്തുമില്ലാതെ വന്നപ്പോൾ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയായ ഒരു ചെറുപ്പക്കാരൻ ആ പെണ്ണിനെ വിവാഹം കഴിക്കാമെന്ന് ഏറ്റെടുത്തു. മുഅ്മിനീങ്ങളെ, ആ ഓഫറങ്ങ് വെച്ചപ്പോൾ അവർ സ്വീകരിച്ചുപോയി. എന്നതുപോലെ മുഅ്മിനീങ്ങളെ, നമ്മളെ കൂട്ടത്തിൽ ഒരു നിയോഗം വ്യക്തികള്, അവർ സലഫിയായാലെന്തേ, അവർ തബ്ലീഗായാലെന്തേ, അവരങ്ങനെയായാലെന്തേ, ഇങ്ങനെയായാലെന്തേ ചോദ്യം ചെയ്ത് അവർ മുസ്ലിമല്ലേ എന്ന വാദത്തിൽ തീരുമാനമെടുക്കുന്ന വ്യക്തികളെ, അവരുടെ തീരുമാനം എന്താണറിയോ? മുഅ്മിനീങ്ങളെ, ഇവിടെ ദീനിന്റെ ശത്രുക്കളായ നമ്മളെ കാഠിന്യമായി എതിർക്കുന്ന മുശ്രിക്കീങ്ങളില്ലേ, അമുസ്ലിമീങ്ങളില്ലേ, അവര് പോലും മനസ്സിൽ കരുതാത്ത തീരുമാനമാണ് അവരെ കൽബിലുള്ളത്. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള പൊളിക്കണമെന്നവർ പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുബ്ബ പൊളിക്കണമെന്നവർ പറഞ്ഞില്ല. അവർ അമുസ്ലിമീങ്ങളാണെന്ന നിലയ്ക്ക് ചില തീരുമാനങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അത് നമുക്ക് സമാധാനമില്ലെങ്കിലും അവർ പറയാത്ത, അവർ ഇന്നുവരെ എതിർക്കാത്ത പ്രശ്നങ്ങളാണ് ഇവരെ വക്കൽ നിന്ന് വരുന്നത്. മോനെ, പിന്നെ എങ്ങനെയാണ് അവരെ കാണുമ്പോൾ നീ സലാം പറയുന്നത്? പിന്നെ എങ്ങനെയാണ് അവരെ കൂടെ നീ ഇരിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് അവിടെ കല്യാണത്തിന് നീ പോകുന്നത്? മുഅ്മിനീങ്ങളെ, മഹാന്മാരങ്ങനെയല്ലേ? ഏതുവരെയാണറിയോ? ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ ചരിത്രമല്ല ഞാൻ പറയുന്നത്, നമ്മൾ നിന്ന് കഴിഞ്ഞു പോയ വലിയ മഹാനല്ലേ EK ഹസൻ മുസ്ലിയാർ. മഹാനവറുകൾ വഫാത്താകുന്ന മരണവേളയിൽ ഹോസ്പിറ്റലിൽ രോഗത്തിൽ അങ്ങ് കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുജാഹിദിന്റെ ഒരു വ്യക്തി അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വരുന്ന വിവരം കേട്ടപ്പോൾ മഹാനായ EK ഹസൻ മുസ്ലിയാർ ചുമലിലേക്ക് അങ്ങ് മുഖം തിരിച്ച് കിടന്നുപോയി. കാരണമെന്തേ? ഞാൻ മരണം വരെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായി. അവരോട് എനിക്ക് രാജിയില്ല, അവരോട് എനിക്ക് പിരിസപ്പാടില്ല, അവരെ മുഖം എനിക്ക് കാണണമെന്നില്ല, അവരുമായി എനിക്ക് ബന്ധമില്ല. അവർ എന്ത് ഓഫർ നൽകിയാലും അത് എനിക്ക് വേണ്ട. കാരണം സ്വഹാബത്തിന്റെ തീരുമാനം അതല്ലേ. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളതാ തൂക്കുമരത്തിലേക്ക് അങ്ങ് കയറ്റിയപ്പോൾ മുശ്രിക്കീങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് ഓഫറുകൾ നൽകാം, എത്ര സ്വർണങ്ങൾ നൽകാം, നിങ്ങളെ മനസ്സിലൊരു തീരുമാനം വന്നാലും മതി. എന്താണറിയോ? എന്നെ ഇങ്ങനെ ചെയ്യുന്നത്, എന്റെ നേതാവ് മുഹമ്മദിനെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ് എന്ന് നിങ്ങളെ മനസ്സിലൊന്ന് ഉദിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളെല്ലാം ചെയ്തു തരാം. സുബ്ഹാനല്ലാഹ്, മഹാനവറുകളുടെ തീരുമാനം
നിന്റെ ഓഫർ എനിക്ക് വേണ്ട. ഞാൻ മരണപ്പെട്ടാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു റോമത്തിന് പോലും വേദന അനുഭവിക്കുന്നത് എനിക്കത് കാണാൻ പറ്റിയില്ല. ആ അനുയായികൾ ഞങ്ങളാകണം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികള് അവർ നമുക്ക് പാള് നൽകിയാലും സ്വർണം നൽകിയാലും ഇതിൽ നമുക്ക് റാജിയില്ല. എന്തേ നിങ്ങളെ നേതാക്കന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാധാരണ മനുഷ്യനല്ലേ എന്ന് പറയുന്നത്? നബി തങ്ങളെ മുടിക്ക് വിലയില്ല എന്നല്ലേ പറയുന്നത്? പിന്നെ എന്താണ് നിങ്ങളെ ഈമാന്? പിന്നെ എങ്ങനെയാണ് നിങ്ങളോട് റാജി? അതുകൊണ്ട് ആ ഒരു ആശയം പഠിച്ചുകൊണ്ട് വളർന്ന ഒരു വിഭാഗം ആൾക്കാരാണ് SSFന്റെ യുവാക്കള്, അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകള്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ നാട്ടിൽ ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകളുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നിഅമത്തും അല്ലാഹു ചൊരിച്ചു കൊടുക്കട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ മക്കൾ മദ്രസയിൽ നിന്ന് പിരിയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വിധത്തിൽ ഈ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയുമായുള്ള ഒരു ബന്ധം പുലർത്തിയാൽ, മോനെ നീ ഒന്ന് മരിച്ചു കിടക്കുമ്പോൾ റാഹത്തിലൊന്ന് കിടക്കാം. നിന്റെ മയ്യത്തിന്റെ അടുത്ത് ഒരു ചർച്ച ഉണ്ടാവൂല, നിന്റെ മയ്യത്തിന്റെ അടുത്ത് ഒരു സംശയങ്ങൾ ഉണ്ടാവൂല. അങ്ങനെയുള്ള മക്ക വളർന്നു വരും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ മക്കളൊക്കെ പെടുത്തി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എൻ്റെ വാക്ക് ഞാൻ നിർത്തുകയാണ്. കാരണം സമയങ്ങൾ വരെ നീണ്ടുപോയാൽ സാഹചര്യങ്ങൾ ശരിയില്ല. ഇൻഷാ അല്ലാഹ് ബുർദൊക്കെ ഉണ്ട്. അതുകൊണ്ട് അല്ലാഹു നമ്മളെല്ലാ കാര്യം അല്ലാഹു വിജയിപ്പിച്ച് തരുമാറാകട്ടെ. അവസാനം ബുർദൊക്കെ നമ്മളെ മഹാനായ ഖാജ തങ്ങളെ പേരിലുള്ള ഒരു അനുസ്മരണ നിലക്ക് മൊയിലോതൊക്കെ കഴിഞ്ഞ് ദ്വാരുന്നിട്ടില്ല. ഇനി ബുർദവും കൂടി കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് മഹാന്മാരൊക്കെ മുൻനിർത്തിക്കൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് യജമാനനായ റബ്ബിനോട് ദുആർന്ന് നമുക്ക് പിരിയാം. അല്ലാഹു ഖബൂല് ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അല്ലാഹുവിൻ്റെ പരിശുദ്ധ നാമം കൊണ്ട് ഈ മഹത്തായ പരിപാടിയെ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.